സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ വെറുപ്പ് നിറഞ്ഞ ഏതെങ്കിലും ഒരു കമൻറ്റോ പോസ്റ്റോ കണ്ട് നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ തോന്നിയിട്ടുണ്ടോ? മിക്കവാറും തോന്നിയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അതൊക്കെ വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണണോ, അതോ ഇതിനെയെല്ലാം ഒരുമിച്ച് നിന്ന് എങ്ങനെ നേരിടാമെന്ന് ചിന്തിക്കണം? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പലപ്പോഴും ഇത്രയധികം നെഗറ്റീവും വിദ്വേഷവുമൊക്കെ നിറഞ്ഞൊരു സ്ഥലമായി നമുക്ക് അനുഭവപ്പെടുന്നതെന്നും? ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നത്തെ വെറുതെ അവിടെയും ഇവിടെയും കാണുന്ന കുറച്ച് കമൻറ്റുകളായി കാണുന്നതിനു പകരം ഒരു സംഘടിത ഹോൾസെയിൽ മാർക്കറ്റായിട്ടാണ് ഈ വിശകലനം ഇതിനെ കാണുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളമുണ്ട്? വാ, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പ്രശ്നമൊക്കെ ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നറിയാമോ? നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ വിദ്വേഷമുണ്ടാക്കുന്ന വലിയ ഫാക്ടറികളായി മാറിയിരിക്കുന്നു എന്നാണ് ഈ പഠനം പറയുന്നത്. കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടും. നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങളുണ്ടല്ലോ, അതിൽ ശ്രദ്ധിച്ചു കേൾക്കണം. 74%, അതെ 74% വരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഈ കണക്കിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. ഈ 74%, അതിൽ പകുതിയിൽ കൂടുതൽ, അതായത് 52%, വെറുതെ ആരെങ്കിലും പറയുന്നതല്ല. പിന്നെയോ ഭരണകൂട സംവിധാനങ്ങൾ വരെ ഉൾപ്പെട്ട ഒരു പക്ക ഓർഗനൈസ്ഡ് പരിപാടിയുടെ ഭാഗമായാണ് അത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലൊരു ചോദ്യം വരും. നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും ഏൽക്കാത്തത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, അവർ എങ്ങനെയാണ് ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നത്. സംഭവം സിമ്പിളാണ്. നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ കച്ചവടം പോലെയാണ്. നമ്മൾ ഓരോ കമൻറ്റിനും മറുപടി കൊടുക്കുന്നു, ഓരോ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അവരുടെ ആക്രമണമോ, അത് ഹോൾസെയിലാണ്. അതായത് ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ, അൽഗോരിതം വെച്ചുള്ള പ്രചാരണം, ഒരു ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്ന പോലെ. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ തോറ്റുപോകാൻ കാരണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഹോൾസെയിൽ ആക്രമണത്തെ എങ്ങനെ നേരിടും? റീറ്റെയിലായിട്ട് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിനുമൊരു ഹോൾസെയിൽ മറുപടി തന്നെ വേണം. അതെ, അതിനൊരു വഴിയുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്ന ഈ 5 കർമ്മ പദ്ധതി. ശരി, അപ്പോൾ ഈ ഹോൾസെയിൽ ആക്രമണത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സഹായിക്കുന്ന 5 കിടിലൻ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, അൽഗോരിതം ഐക്യം. അതായത് അവർ വെറുപ്പ് പരത്താൻ അൽഗോരിതം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്നേഹം പരത്താൻ അതേ അൽഗോരിതം ഉപയോഗിക്കണം. എങ്ങനെ? നല്ല സന്ദേശങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ ഒരേ സമയം ആയിരക്കണക്കിന് പേജുകളിലൂടെ ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ഒരു കൾച്ചറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അൽഗോരിതത്തെ അൽഗോരിതം കൊണ്ട് തന്നെ നേരിടുക. രണ്ടാമത്തെ വഴി, ബദലാഖ്യാനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അതായത് വെറുപ്പിന്റെ കഥകൾക്ക് പകരം നമ്മുടെ സ്വന്തം കഥകൾ പറയുക. നമ്മുടെ നാടൻ പാട്ടുകൾ, നമ്മുടെ ചരിത്രത്തിലെ നല്ല കാര്യങ്ങൾ, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് കിടിലൻ റീലുകളും ഷോർട്ട് വീഡിയോകളും ഒക്കെയാക്കി മാറ്റുക. അവരുടെ നുണകളെ നമ്മുടെ സത്യം കൊണ്ട് നേരിടുക. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമങ്ങൾ. അതായത് ഈ യുദ്ധം ഓൺലൈനിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും നടക്കണം. ഓരോ ലൈബ്രറിയിലും ഓരോ ആർട്സ് ക്ലബ്ബിലും ഒരു ഫാക്ട് ചെക്കിംഗ് ടീം വേണം. ഒരു വ്യാജവാർത്ത വന്നാൽ അത് കണ്ടുപിടിക്കാനും ആളുകളെ അറിയിക്കാനും കഴിവുള്ള ഒരു ടീം. താഴെത്തട്ടിൽ നിന്ന് തന്നെ ഒരു പ്രതിരോധം. നാലാമത്തെ പോയിന്റ്, നിയമ നടപടിയാണ്. വെറുതെ റിപ്പോർട്ട് ചെയ്ത് ഇരുന്നാൽ പോരല്ലോ, വിദ്വേഷം പരത്തുന്നവർക്ക് പണി കിട്ടണം. അതിനായി ഇത്തരം കണ്ടന്റുകളെ കൂട്ടമായി റിപ്പോർട്ട് ചെയ്യാനും അവർക്കെതിരെ നിയമപരമായി നീങ്ങാനും ഒരു സെൻട്രൽ ലീഗൽ സെൽ, അതായത് ഒരു കേന്ദ്ര നിയമസഹായ സംഘം രൂപീകരിക്കുക. ഒരുമിച്ച് നിന്ന് നിയമപരമായി നേരിടുക. അഞ്ചാമത്തേതും ഒരുപക്ഷേ ഏറ്റവും ശക്തമായതുമായ മാർഗം, പ്രാദേശിക ഭാഷാ പ്രതിരോധം. അതായത് അവർ മലയാളത്തിലൊരു നുണ പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ തന്നെ അതിന് മറുപടി പറയണം. അത് നമ്മുടെ സ്വന്തം കഥകളിലൂടെയോ തിറയിലൂടെയോ നാടൻ പാട്ടുകളിലൂടെയോ. ഏത് ഭാഷയിലാണോ വിഷം കലർത്തുന്നത് അതേ ഭാഷയിൽ തന്നെ മരുന്ന് കൊടുക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങളും ഒരുമിച്ച് നടപ്പിലാക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് എത്തുന്നത്? എന്താണിതിൻ്റെ എല്ലാം അവസാനത്തെ ലക്ഷ്യം? നമുക്ക് നോക്കാം. ലക്ഷ്യം ഇതാണ്: വെറുപ്പിനെ ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല, അതിനു പകരം നല്ല ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് സൗഹൃദത്തിന്റെ ഡിജിറ്റൽ ജനാധിപത്യം. അതായത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് കിട്ടുന്ന അതേ ടെക്നിക്കൽ റീച്ച്, അതേ ശക്തി നല്ല കാര്യങ്ങൾ പറയുന്ന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും കിട്ടണം. ഭയത്തിനു പകരം മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ വളരുന്ന ഒരു ഓൺലൈൻ ലോകം. ഈ മുഴുവൻ ആശയത്തെയും ഒറ്റ വരിയിൽ ഒതുക്കാൻ പറഞ്ഞാൽ അതിതായിരിക്കും:
ഭയത്തിന്റെ വിപണിക്ക് പകരം സൗഹൃദത്തിന്റെ ഡിജിറ്റൽ ജനാധിപത്യം സ്ഥാപിക്കുക. സത്യത്തിൽ ഈയൊരു സ്വപ്നമാണ് ഈ മുഴുവൻ കർമ്മപദ്ധതിയുടെയും ജീവൻ. അപ്പോ ഈയൊരു വലിയ ബ്ലൂ പ്രിന്റ് നമ്മൾ കണ്ടു. അവസാനം ഒരു ചോദ്യം മാത്രം ബാക്കി. വിദ്വേഷം പരത്തുന്ന ഈ ഭീമൻ അൽഗോരിതങ്ങളെ തോൽപ്പിക്കാൻ നമ്മുടെ സംസ്കാരത്തിനും സൗഹൃദത്തിനും ശരിക്കും സാധിക്കുമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു?